ബാലരാമപുരത്തെ പോലീസ് ഹെഡ് പോസ്റ്റ് ഓഗസ്റ്റ് മാസം 15-ാം തീയതി ബാലരാമപുരം CA ഓഫീസായി മാറുകയാണ്. ഇവിടെ CA ഓഫീസിന് വേണ്ടി ആരും ശ്രമിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ ശ്രമഫലമായി തന്നെയാണ് വന്നിട്ടുള്ളത്. ഇതിനാരെങ്കിലും അവകാശവാദങ്ങൾ CA ഓഫീസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചാൽ അത് തീർത്തും പൊള്ളയായ അവകാശവാദങ്ങൾ മാത്രമായിരിക്കും. ബാലരാമപുരത്ത് പുതുതായി ആരംഭിക്കുന്ന CI ഓഫീസിന്റെ മെയിൻ്റനൻസ് വർക്കുകൾ ആരംഭിച്ചു. ബാലരാമപുരം ജംഗ്ഷനിലെ പോലീസ് ഹെഡ് പോസ്റ്റിലാണ് CI ഓഫീസിന്റെ പ്രവർത്തനം. ഓഗസ്റ്റ് 15-ന് CI ഓഫീസ് ഉദ്ഘാടനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. പഴക്കം ചെന്ന കെട്ടിടത്തിന്റെ പുതുക്കിപ്പണികളാണ് ഇപ്പോൾ നടന്നു വരുന്നത്. പണി ഇന്നു മുതൽ രാവിലെ 8 മണിയോടുകൂടി നമ്മൾ പുതിയതായി ആരംഭിക്കുന്ന CA ഓഫീസിൻ്റെ പണി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനപ്പെട്ട കുറച്ച് ആളുകളുമായി നമ്മൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീമമായ ഒരു ബാധ്യത ഇതിൻ്റെ പിന്നിൽ വരികയാണ്. മെയിൻ്റനൻസ് വർക്ക് എന്ന് പറഞ്ഞ് ആഭ്യന്തര സംവിധാനത്തിന് അത്തരത്തിലൊരു വർക്ക് നടത്താനുള്ള സാമ്പത്തികം അവർ കൊടുക്കാൻ അനുവദീനമല്ല. പുതിയ കെട്ടിടത്തിലാണെങ്കിൽ ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് എത്ര ലക്ഷം വേണമെങ്കിലും അനുവദിക്കാനുള്ള സാഹചര്യവും അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ ശ്രമഫലമായിട്ട് ബാലരാമപുരത്ത് തന്നെ ഇത് നിലനിർത്തണമെന്നും പോലീസ് അധികാരികൾ വാടക കെട്ടിടം അന്വേഷിച്ചു. അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. നമ്മുടെ സുധീറിൻ്റെ അടുത്ത് SI ചോദിച്ചു ഇവിടെ എന്തെങ്കിലും വാടക കെട്ടിടം കിട്ടുമെന്ന്. അപ്പം ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോഴാണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റിയത്. ഇതിനെ തന്നെ നമുക്ക് നിലനിർത്താം. ഏകദേശം 7-8 ലക്ഷം രൂപ വരെ പണി ഇപ്പോൾ ഇവിടെ ഉണ്ട്. UDF ഗവൺമെൻറ് വന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പുതിയ നിർദ്ദേശപ്രകാരം പോലീസ് സ്റ്റേഷനുകളിൽ സബ് ഇൻസ്പെക്ടർമാർക്ക് ചുമതല കൊടുക്കുന്ന ഒരു സംവിധാനം ഓഗസ്റ്റ് മാസം 15-ാം തീയതി നിലവിൽ വരികയാണ്. അതുമായി ബന്ധപ്പെട്ട് ബാലരാമപുരത്ത് ഒരു സർക്കിൾ സ്റ്റേഷൻ അനുവദിക്കുകയുണ്ടായി. ബാലരാമപുരം പോലീസ് സ്റ്റേഷനും അതുപോലെ തന്നെ കായംകുളം പോലീസ് സ്റ്റേഷനും ചേർന്ന് ബാലരാമപുരത്ത് ഒരു സർക്കിൾ സ്റ്റേഷൻ അനുവദിക്കുകയുണ്ടായി. അപ്പോൾ സർക്കിൾ സ്റ്റേഷൻ 15-ാം നിലവിൽ വരുമ്പോൾ സർക്കിൾ ഓഫീസിനും പോലീസുകാർക്കും പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു വീട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കുന്നത് അറിയാൻ കഴിഞ്ഞു. ഞങ്ങൾ ശ്രീ സുധീറും ശ്രീ അർഷാദും ശ്രീ നദീഷ് അടക്കമുള്ള നേതാക്കൾ ബഹുമാനപ്പെട്ട റൂറൽ SPയെയും ബന്ധപ്പെട്ട ആളുകളെയും ബന്ധപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലരാമപുരത്തെ മുൻപുണ്ടായിരുന്ന പോലീസ് സ്റ്റേഷൻ അത് നന്നാക്കിയെടുത്ത് CA സ്റ്റേഷനാക്കി മാറ്റാം എന്നുള്ള നിർദ്ദേശം ഞങ്ങൾ വയ്ക്കുകയും പക്ഷേ അതിന് ഫണ്ട് സർക്കാരിൻ്റെ ഭാഗത്തില്ലാത്തതുകൊണ്ട് അത് UDF മണ്ഡലം കമ്മിറ്റിയും കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയും സംയുക്തമായി ചേർന്നു തന്നെ ആ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് ഇവിടെ മനോഹരമായ രീതിയിൽ ബാലരാമപുരത്തിൻ്റെ പ്രൗഢിക്ക് ചേർന്ന രീതിയിൽ ഒരു സർക്കിൾ സ്റ്റേഷൻ നിർമ്മിക്കുവാൻ സ്വകാര്യ വ്യക്തികളുടെ സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി നല്ലൊരു കെട്ടിടം പണിയുവാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ തുടക്കം ഇന്ന് ഇവിടെ നിർവഹിക്കുകയുണ്ടായി. 15-ാം തീയതി ഇവിടെ ഒരു നല്ലൊരു സർക്കിൾ സ്റ്റേഷൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും വളരെ വേഗത്തിൽ എത്തിപ്പെടുവാൻ സാധിക്കുന്ന രീതിയിൽ ഒരു സർക്കിൾ സ്റ്റേഷൻ ഇവിടെ നിലവിൽ വരാൻ പോവുകയാണ്. പക്ഷേ പഞ്ചായത്ത് അടിയന്തരമായി സ്ഥലം കണ്ടെത്തി കൊടുത്താൽ ആ വാടക കെട്ടിടത്തിലിരിക്കുന്ന പോലീസ് സ്റ്റേഷൻ നമുക്ക് ബാലരാമപുരത്ത് പ്രവർത്തിക്കാം. പക്ഷേ പഞ്ചായത്ത് അതിനെക്കുറിച്ച് യാതൊരു വിധമായ നടപടികളിലേക്കും അവർ പോകുന്നില്ല. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനെക്കുറിച്ച് ഒരു ചിന്തയെ പഞ്ചായത്തിന് ഇല്ലാത്ത അവസ്ഥയിലാണ് പോകുന്നത്. നമുക്കിതാ പണി ആരംഭിച്ചു. CA ഓഫീസ് ഈ കെട്ടിടത്തിൽ നിലനിർത്തണമെന്ന് ഞങ്ങളുടെയൊക്കെ മണ്ഡലം പ്രസിഡൻറ്റിൻ്റെയും KPC ബഹുമാനപ്പെട്ട MLA ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കെട്ടിടം തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ചുകൊണ്ട് 15-ാം തീയതി ഇതിൻ്റെ സംസ്ഥാനതല CA ഓഫീസുകൾ തുറക്കുമ്പോൾ ബാലരാമപുരത്തും അത് തുറക്കണമെന്നുള്ള ഞങ്ങളുടെ ഒരു പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിൽ. എല്ലാവരുടെയും സഹകരണം ഞങ്ങളും പ്രതീക്ഷിക്കുകയാണ്. ഇതിനകത്ത് വേറെ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവിടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് കോൺഗ്രസ് പാർട്ടി ഇത്തരത്തിലുള്ള തീരുമാനങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. ബാലരാമപുരത്ത് 40 വർഷങ്ങൾക്ക് മുമ്പേ കാട്ടാക്കട റോഡിൽ ആ പാർക്കിൻ്റെ അടുത്ത് വാടക കെട്ടിടത്തിൽ ബാലരാമപുരം പോലീസ് സ്റ്റേഷൻ അന്ന് പ്രവർത്തിച്ചിരുന്നു. അത് കഴിഞ്ഞ് 13/1/1987 അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായിരുന്ന ശ്രീ K. കരുണാകരൻ്റെയും അന്നത്തെ പാർലമെൻറ്റ് അംഗമായിരുന്ന ശ്രീ A. ചാൾസിൻ്റെയും നേതൃത്വത്തിൽ ബാലരാമപുരം ജംഗ്ഷനിൽ ഈ പോലീസ് സ്റ്റേഷൻ പണിയത് 40 വർഷമാവുകയാണ്. കഴിഞ്ഞ ഒരു 6 വർഷങ്ങൾക്ക് മുമ്പേ ബാലരാമപുരം
ഹൈവേ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷൻ്റെ സ്ഥലം നമ്മുടെ ഹൈവേക്ക് വേണ്ടി കുറച്ച് വിട്ടുകൊടുക്കുകയും ഈ സ്റ്റേഷൻ പനാറക്കുന്നിലേക്ക് മാറ്റുകയും ചെയ്തു. അന്ന് ഇതിനെ ഒരു 8 പോസ്റ്റായിട്ട് ഇതിനെ ഇവിടെ നിലനിർത്തുകയും ചെയ്തു. പുതിയ ഒരു തീരുമാനം വന്നു, പഴയ CA ഓഫീസുകൾ നിലനിർത്തണമെന്ന്. ഈ സ്റ്റേഷൻ ബാലരാമപുരം ജംഗ്ഷനിൽ നമുക്കിവിടെ ആവശ്യമാണ്. ഇവിടെ 24 മണിക്കൂറും നാഷണൽ ഹൈവേ വലിയ തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് ബാലരാമപുരം. അതുകൊണ്ട് ഇവിടെ CA ഓഫീസ് നിലനിർത്തുക തന്നെ വേണമെന്ന് നമ്മുടെ ആവശ്യം അധികാരികൾ അംഗീകരിക്കുകയും അതിന് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ശ്രീ രമേശ് ചെന്നിത്തലയുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട്. ഓഗസ്റ്റ് 15-ന് മുമ്പ് മെയിൻ്റനൻസ് വർക്കുകൾ പൂർത്തീകരിക്കുവാനുള്ള ശ്രമത്തിലാണ് ഇവർ.